നമസ്കാരം. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ മാതൃകയായി മലപ്പുറം. രാജ്യത്താദ്യമായി പൂർണ്ണമായും ശീതീകരിച്ച LP സ്കൂൾ കെട്ടിടം മലപ്പുറം മേൽമുറിയിൽ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണപ്പടി മോളൂർ കൈല്യാട് റോഡ് തകർച്ചയിൽ മുസ്ലിം ലീഗ് പ്രക്ഷോഭം. റോഡിലെ കുഴിയിൽ വാഴ നട്ടും ചൂണ്ടയിട്ടും പ്രതിഷേധം. വാണിയംകുളം മാന്നന്നൂരിൽ വയോധികൻ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തനിച്ച് താമസിക്കുന്ന വയോധികന്റെ മൃതദേഹം. മലയോര ഹൈവേ നിർമ്മാണത്തിന് പാതയോരത്തെ മരങ്ങൾ മുറിച്ചു നീക്കുന്ന പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക്. മുറിച്ചു നീക്കുന്നത് 999 മരങ്ങൾ. പാലക്കാട് ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പട്ടാമ്പി ഒരുങ്ങുന്നു. മേള ഒക്ടോബർ 22 മുതൽ 24 വരെ. വാർത്തകളിലേക്ക് വിശദമായി. വിദ്യാഭ്യാസ അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങളുടെ രംഗത്ത് മാതൃകയായി മലപ്പുറം. രാജ്യത്താദ്യമായി പൂർണ്ണമായും ശീതീകരിച്ച സൗകര്യങ്ങളോട് കൂടിയ സർക്കാർ LP സ്കൂൾ നാടിന് സമർപ്പിച്ചു. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം മേൽമുറി മുട്ടിപ്പടി GMLP സ്കൂളിന്റെ 100 വർഷം പഴക്കമുണ്ടായിരുന്ന കെട്ടിടമാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതുക്കി പണിതത്. ക്ലാസ് മുറികൾ പൂർണ്ണമായും ശീതീകരിച്ചു. വിദ്യാഭ്യാസ അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ മലപ്പുറം മാതൃകയാണെന്ന് വീണ്ടും തെളിയിച്ചു. രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായും ശീതീകരിച്ച സർക്കാർ വിദ്യാലയമാണിത്. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. ബെസ്റ്റ് മലപ്പുറം മോഡൽ എന്നുള്ള സംഗതി എല്ലാവരും അറിയട്ടെ. അത് വലിയ പ്രോത്സാഹനമായിരിക്കും. കന്നഡ പത്രത്തിൽ വന്നു മാത്രമല്ല, ഇത്ര നല്ലൊരു കാര്യം. ഗവൺമെൻറ് സ്കൂളുകൾ ഇതിൽ ഇപ്പോൾ AC സംഗതി പറഞ്ഞു. ഈ പ്രൈവറ്റ് സ്കൂളിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഈ പ്രൈവറ്റ് സ്കൂളിൽ ബസ് വരുന്നുണ്ട്, കുട്ടികളെ കൊണ്ടുവന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. എന്നാലൊരു ഗവൺമെൻറ് സ്കൂൾ, ആ ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളും ആ ഐശ്വര്യങ്ങളൊക്കെ നോക്കി നെടുവേർപ്പെടാറുണ്ട്. അവരുടെ മുമ്പിൽ അവിശ്വസനീയമായ, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇതൊക്കെ കാണാൻ കഴിയുമല്ലോ എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്ന രക്ഷിതാക്കൾക്ക് ഏറ്റവും വലിയ സമാശ്വാസമാണ് ഇതിലൂടെ നൽകിയിട്ടുള്ളത്. ഇങ്ങനെയാവണം ഭരണകൂടം. ഇതിൻ്റെ ഒരുപാട് വർക്കുകൾ, അതിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിക്കാറുണ്ട്, MLA വിളിക്കാറുണ്ട്, ചെയർമാൻ വിളിക്കാറുണ്ട്. എല്ലാത്തിനും വരുന്നതിൻ്റെ കാരണം എല്ലാ സംഗതിയിലും ഒരു നന്മയുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട്, വർക്ക് ഈസ് വർഷിപ്പ്. തൊഴിൽ ആരാധനയാണ്. തൊഴിൽ ആരാധനയാണെന്ന് തങ്ങൾക്ക് കിട്ടിയ പൊളിറ്റിക്കൽ പവറിലൂടെ അസന്നിഗ്ധമായി തെളിയിച്ച ഇതിൻ്റെ സാരഥികളെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ചെയർമാനെയും അതുപോലെ തന്നെ മെമ്പറേയും അതുപോലെ തന്നെ എല്ലാറ്റിലും വരെ നമ്മുടെ MLAയും നാട്ടുകാരെയും ഓരോ പരമാണുവിലും ഇടപെട്ട് ഏറ്റവും വലിയ സേവനം ചെയ്ത മുഴുവനും ആളുകളെയും ഹൃദയംഗമായിട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ചു. P. ഉബൈദുള്ള MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഫൗസിയ കുഞ്ഞിപ്പു, സ്ഥിരം സമിതി അധ്യക്ഷരായ PK സക്കീർ ഹുസൈൻ, പരി അബ്ദുൽ ഹമീദ്, മറിയുമ്മ, ഷെരീഫ് കോണോത്തൊടി, CP ഐഷാബി, വാർഡ് കൗൺസിലർ നാജിയ ഷിഹാർ, പ്രധാനാധ്യാപിക B. പത്മജ എന്നിവർ പ്രസംഗിച്ചു. എഞ്ചിനീയറിംഗ് വിഭാഗം ഫിറ്റ്നസ് നൽകാതെ ശോചനീയാവസ്ഥയിലായിരുന്ന സ്കൂളിനാണ് നഗരസഭ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. നിലവിൽ ഉണ്ടായിരുന്ന സ്ഥലത്തിന് പകരമായി നഗരസഭ പുതിയ സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു. സ്ഥലം വാങ്ങിയത് ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങൾ ഉള്ള സ്കൂൾ നിർമ്മാണത്തിന് 5.51 കോടി രൂപ ചിലവഴിച്ചു. 5.1 കോടി രൂപയുടെ തനത് ഫണ്ടും P. ഉബൈദുള്ള MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. മുഴുവൻ ക്ലാസ് മുറികളിലും എയർ കണ്ടീഷൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിനു പുറമെ മുഴുവൻ സ്മാർട്ട് ക്ലാസ്സിനായി പ്രൊജക്ടറുകൾ, സ്ക്രീനുകൾ, ഡിജിറ്റൽ ബോർഡുകൾ, കെട്ടിടത്തിൻ്റെ 3 നിലകളിലും പ്യൂരിഫൈഡ് വാട്ടർ കിയോസ്കുകൾ, ശിശു സൗഹൃദ ബെഞ്ച്, ഡെസ്കുകൾ, സ്ഥാപനത്തിൽ മൊത്തമായി മൈക്ക്, CCTV എന്നിവയും ഒരുക്കി. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സോളാർ അധിഷ്ഠിതമായിട്ടാണ് സ്കൂൾ കെട്ടിടം തയ്യാറാക്കിയത്. പ്രധാനാധ്യാപകൻ്റെ മുറി, സ്റ്റാഫ് മുറി, ലാബ്, ആധുനിക അടുക്കള സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് LP സ്കൂളിൽ തയ്യാറാക്കിയിട്ടുള്ളത്. സ്ഥലം വാങ്ങി നിർമ്മാണം ആരംഭിച്ച് 1.5 വർഷം കൊണ്ടാണ് ആധുനിക സൗകര്യങ്ങൾ ഉള്ള കെട്ടിടം നഗരസഭ പൂർത്തിയാക്കിയത്. കൃഷ്ണപ്പടി മോളൂർ കൈല്യാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. റോഡിലെ കുഴിയിൽ വാഴ നട്ടും ചൂണ്ടയിട്ടും നടത്തിയ പ്രതിഷേധം വ്യത്യസ്തമായി.
ദിനേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന കൃഷ്ണപ്പടി മോളൂർ കൈലിയാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ലീഗ് മോളൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച രാവിലെ മോളൂർ സെന്ററിൽ നടന്ന പരിപാടിയിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. റോഡിലെ ചെളിക്കുഴിയിൽ വാഴനട്ടും ചൂണ്ടയിട്ടും സമരക്കാർ പ്രതിഷേധിച്ചു. മുസ്ലിം ലീഗ് നേതാക്കളായ മാടാല മുഹമ്മദ് അലി, MTA നാസർ, MK ജാഫർ, P ഖാദർ, KT കുഞ്ഞിമുഹമ്മദ്, VP സാലിം, VP അലി, MT ഹനീഫ മാസ്റ്റർ, ഹാമിദ് മോളൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാണിയംകുളം മാന്നന്നൂരിൽ വയോധികനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കേക്കുന്നത്ത് വീട്ടിൽ 62-കാരനായ വേലുക്കുട്ടിയാണ് മരിച്ചത്. മൃതദേഹത്തിന് 2 ദിവസത്തോളം പഴക്കമുള്ളതായി കരുതുന്നു. കിഴക്കേത്രാങ്ങാലിയിൽ ദീർഘകാലമായി തനിച്ച് താമസിക്കുകയായിരുന്നു വേലുക്കുട്ടി. കുറച്ചു ദിവസമായി പുറത്തു കാണാത്തതിനെ തുടർന്ന് അയൽവാസികൾ തിരക്കിയെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. കട്ടിലിന് മുകളിൽ പുഴുവരിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. പ്രമേഹം ഉൾപ്പെടെയുള്ള അസുഖബാധിതനായിരുന്നു മരിച്ചയാൾ എന്ന് നാട്ടുകാർ പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ. നമ്മുടെ മാന്നൂര് വടക്കേക്കുന്നത്ത് വേലുക്കുട്ടി എന്ന ആള് 2 ദിവസമായിട്ട് അങ്ങനെ പുറത്ത് കാണാത്തതിൻ്റെ ഭാഗമായിട്ട് അടുത്തുള്ള ആളുകൾ ഒന്ന് ഫോൺ ചെയ്ത് വിളിച്ചപ്പോൾ ഫോണ് റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. അങ്ങനെ വീടിൻ്റെ ഡോറ് തുറന്ന് കിടക്കുന്നതായിട്ട് അയൽവാസികൾ 2 ദിവസമായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് വീട്ടിൽ വന്ന് പരിശോധിച്ചപ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുന്ന ഒരു സ്ഥിതിയാണ് കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിനാണെങ്കിൽ വളരെ അസുഖബാധിതനായിട്ട് ഒറ്റയ്ക്കാണ് താമസം. ഭാര്യയും കുട്ടികളും പൂനെയിലാണ് അവർ താമസിക്കുന്നത്. ഇദ്ദേഹത്തിന് ഷുഗർ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ അടുത്തൊക്കെ അടക്കം അവർ പറയാറുള്ളത്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാം. പോലീസിന് വിവരം അറിയിച്ചിട്ടുണ്ട്. പോലീസ് നടപടികൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ വേഗം തന്നെ എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അടുത്ത് തന്നെ താമസമുണ്ട്. ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ കൂടെ നാട്ടുകാരായ 3 പേരും സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ FIR തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 5:30-6 മണിയോട് കൂടിയിട്ടാണ് ഇത് അയൽവാസികളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ കണ്ടിരിക്കുന്നത്. മലയോര ഹൈവേ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി പാതയോരത്തുള്ള മരങ്ങൾ മുറിച്ചു നീക്കൽ 70% പൂർത്തിയായി. വൈദ്യുതി തൂൺ, കുടിവെള്ള പൈപ്പ് എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥല സൗകര്യം ഒരുക്കുന്നതിനായാണ് അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ ഉൾപ്പെടെ മുറിച്ചു നീക്കുന്നത്. വിവിധ ഇനത്തിലുള്ള ആകെ 999 മരങ്ങളാണ് ആദ്യ റീച്ചിൽ നിന്നും മുറിച്ച് ഒഴിവാക്കുന്നത്. നിലവിൽ കോട്ടോപ്പാടം ഭാഗത്തായാണ് പ്രവർത്തികൾ നടക്കുന്നത്. അതേസമയം വൈദ്യുതി തൂണുകൾ മാറ്റി തുടങ്ങാത്തത് പ്രവൃത്തിയെ ബാധിക്കുന്നുമുണ്ട്. വൈദ്യുതി തൂണുകൾ മാറ്റുന്നതിന് KSEBയും കുടിവെള്ള പൈപ്പുകൾ മാറ്റുന്നതിന് പഞ്ചായത്തുകളും സമർപ്പിച്ച എസ്റ്റിമേറ്റ് കിഫ്ബിക്ക് സമർപ്പിച്ചതായി KRFB അധികൃതർ അറിയിച്ചു. ഇക്കാര്യത്തിൽ ഉടൻ നടപടിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കോട്ടോപ്പാടം, അലനല്ലൂർ പഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങളിലായി മഴവെള്ളച്ചാൽ പ്രവൃത്തികളും നടന്നുവരുന്നുണ്ട്. കോട്ടോപ്പാടം ഭാഗത്തു നിന്നാണ് ഉപരിതല പ്രവൃത്തികൾ തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ നിന്നും അലനല്ലൂർ ഭാഗത്തേക്ക് 5 കിലോമീറ്റർ ദൂരത്തിൽ ടാർ ചെയ്യുന്നതിനുള്ള മുന്നൊരുക്കങ്ങളും നടക്കുന്നുണ്ട്. നേരത്തെയുണ്ടായിരുന്ന ഉപരിതലം പൊളിച്ച് GSB മിശ്രിതമിട്ട് റോഡിന്റെ രൂപഘടനയൊരുക്കുകയാണ് ചെയ്യുന്നത്. വിവിധ ഭാഗങ്ങളിലായി കലുങ്കുകളും നിർമ്മിക്കുന്നുണ്ട്. മലയോര മേഖലകളെ പ്രധാന പാതയുമായി ബന്ധിപ്പിച്ചുള്ള മലയോര ഹൈവേയുടെ ആദ്യ റീച്ചിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മാസങ്ങൾക്ക് മുൻപാണ് ആരംഭിച്ചത്. മലപ്പുറം ജില്ലാ അതിർത്തിയായ കാഞ്ഞിരംപാറ മുതൽ കുമരമ്പത്തൂർ ചുങ്കം വരെ 18.1 കിലോമീറ്റർ പാതയാണ് മലയോര ഹൈവേയായി വികസിപ്പിക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടപ്രകാരം ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ആദ്യ റീച്ചിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. 91.4 കോടി രൂപയാണ് ചിലവ്. 2 വർഷമാണ് കരാർ കാലാവധി. 12 കിലോമീറ്റർ വീതിയിൽ മഴവെള്ളച്ചാലോടുകൂടിയാണ് റോഡ് നിർമ്മിക്കുക. ഇതിൽ 9 മീറ്റർ വീതിയിലാണ് റോഡ് പൂർണ്ണമായും ടാറിംഗ് നടത്തുക. വടക്കാഞ്ചേരി തങ്കം ജംഗ്ഷനിൽ അവസാനിക്കുന്ന മലയോര ഹൈവേ 5 റീച്ചുകളിലായിട്ടാണ് ജില്ലയിൽ പൂർത്തീകരിക്കുക. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പട്ടാമ്പിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ഒക്ടോബർ 22 മുതൽ 24 വരെയാണ് മേള നടത്തുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിലുമായാണ് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം നടക്കുന്നത്. ഒക്ടോബർ 22 മുതൽ 24 വരെയാണ് മേള. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമായി 4000-ഓളം ശാസ്ത്ര പ്രതിഭകൾ മേളയിൽ പങ്കെടുക്കും. 22 രാവിലെ മുഹമ്മദ് മുഹസിൻ MLA മേള ഉദ്ഘാടനം ചെയ്യും. നഗരസഭ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. 24 നടക്കുന്ന സമാപന സമ്മേളനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അധ്യക്ഷയാവും. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേളയാണ് നടക്കുക. ഓരോ വിഭാഗങ്ങളിലും രാവിലെ 9:30 മത്സരങ്ങൾ ആരംഭിക്കും.
ഉച്ചയ്ക്ക് ശേഷം പ്രദർശനവും ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, ശ്രീദാസ്, കെ ടി സുമതി, കെ വിജയൻ, ബാലകൃഷ്ണൻ, MN വിനോദ് ഉൾപ്പെടെയുള്ളവർ പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു. നമുക്കറിയാം, ഇന്ന് കാണുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും അതിൻ്റെ ഉത്ഭവം തന്നെ കുഞ്ഞു ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള കുട്ടികളിലുള്ള ശാസ്ത്രപരമായ കഴിവുകൾ കണ്ടെത്തുന്നതിനും അതിനെ വിപുലപ്പെടുത്തിക്കൊണ്ട് ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് ഇത്തരം ശാസ്ത്രമേളകൾ ഉപകാരപ്പെടുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഏകദേശം 3854ഓളം കുട്ടികൾ പങ്കെടുത്തുകൊണ്ട് മത്സരാടിസ്ഥാനത്തിൽ തന്നെ ഉള്ള ഈ ശാസ്ത്രോത്സവം വളരെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹായം ആദ്യമേ പ്രതീക്ഷിക്കുകയാണ്. ഇതിലെ വിപുലമായ പരിപാടികളാണ് ഇതിൻ്റെ എല്ലാ കമ്മിറ്റികളും ഏറ്റെടുത്തിട്ടുള്ളത്. പ്രചാരണ കമ്മിറ്റി, അതുപോലെ തന്നെ മറ്റ് മേഖലയിലെ എല്ലാ കമ്മിറ്റികളും വിവിധ നല്ല അച്ചടക്കത്തോടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ്. ഇതിന് ഈ ശാസ്ത്രോത്സവം വളരെ ഗംഭീരമാക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇടവേള. വാർത്തകളിലേക്ക്. ചെർപ്പളശ്ശേരിയിൽ CPIM സംഘടിപ്പിച്ച വികസന മുന്നേറ്റ ജാഥ സമാപിച്ചു. 3 ദിവസങ്ങളിലായി നടന്ന ജാഥയുടെ സമാപന സമ്മേളനം പന്ന്യംകുറിശ്ശിയിൽ P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ചെർപ്പളശ്ശേരിയുടെ സമഗ്ര മേഖലകളിലും 5 വർഷം കൊണ്ടുണ്ടാക്കിയ നേട്ടങ്ങൾ വിശദീകരിച്ചും ഭാവി ചെർപ്പളശ്ശേരിക്കായുള്ള വികസന രേഖ പരിചയപ്പെടുത്തിയും 3 ദിവസങ്ങളിലായി ഓരോ പ്രദേശങ്ങളിലൂടെയും കടന്നുപോയ വികസന മുന്നേറ്റ ജാഥയാണ് ഞായറാഴ്ച വൈകിട്ട് പന്ന്യംകുറിശ്ശിയിൽ സമാപിച്ചത്. സമാപന സമ്മേളനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. നിങ്ങള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് ഇവിടെ ഭരിക്കുമ്പോൾ ആ ഗവൺമെന്റ് നടപ്പാക്കുന്ന ജനക്ഷേമകരമായ പദ്ധതികള് അതിനേക്കാൾ അമിതമായ ആവേശത്തോടുകൂടി നടപ്പാക്കുന്ന ഒരു മുനിസിപ്പൽ സംവിധാനം ഇവിടെ ഉണ്ടായതുകൊണ്ട് അതിന്റെ പ്രയോജനം നാട്ടുകാർക്കും ജനങ്ങൾക്കല്ലേ. ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികൾ ലൈഫാണെങ്കിലും വേണ്ടില്ല, കിഫ്ബി ആണെങ്കിലും വേണ്ടില്ല, മറ്റ് സാമൂഹ്യ പെൻഷൻ ആണെങ്കിലും വേണ്ടില്ല, ഒരു പദ്ധതിയും ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയുന്ന ഒരു കൂട്ടർ അധികാരത്തിൽ വന്നാൽ അതിന്റെ പ്രയോജനം നാട്ടുകാർക്ക് കിട്ടുമോ? അതാ വ്യത്യാസം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായിയുടെ ഗവൺമെന്റ് ഭരണ തുടർച്ച എന്ന നിലക്ക് കാര്യങ്ങൾ നിർവഹിച്ചു പോകുമ്പോൾ അതിന്റെ പ്രയോജനം ചെർപ്പളശ്ശേരിക്കാർക്ക് ലഭ്യമാകാൻ ആവശ്യമായ നിലപാടുകളും സമീപനങ്ങളും സ്വീകരിച്ചു പോകുന്ന ഒരു കൂട്ടര് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണസമിതിയിൽ. K. കൃഷ്ണദാസ് സമാപന പരിപാടിയിൽ അധ്യക്ഷനായി. C. ജയകൃഷ്ണൻ ക്യാപ്റ്റനായും M. സിജു വൈസ് ക്യാപ്റ്റനായും P. രാമചന്ദ്രൻ മാനേജറുമായി ആയിരുന്നു ജാഥ സംഘടിപ്പിച്ചത്. CPIM ഏരിയ സെക്രട്ടറി K. നന്ദകുമാർ, P. K. സുജിത്, V. വിനോദ്, K. T. പ്രമീള, സഫ്ന പാറക്കൽ, P. K. നൌഷാദ്, P. ഷാജി, V. P. സമീജ്, P. ബിജു, P. K. മണികണ്ഠൻ, T. K. സലാം, K. T. മണികണ്ഠൻ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ആനമങ്ങാട് എടത്തറ പൊതുജന വായനശാല സുവർണ ജൂബിലിയുടെ നിറവിൽ. സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് വായനശാലയുടെ തുടക്കക്കാരെയും അഭ്യുദയകാംക്ഷികളെയും അവരുടെ വീട്ടുമുറ്റത്ത് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ആദരിക്കുന്ന അത്രമേൽ ഹൃദ്യം എന്ന പരിപാടിക്ക് തുടക്കമായി. മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം വേണു പാലൂർ ഉദ്ഘാടനം ചെയ്തു. 1975 ജനുവരി 26-നാണ് ഗ്രാമീണ വായനശാലയായി എടത്തറ പൊതുജന വായനശാലയുടെ തുടക്കം. ഗ്രാമീണ ജനതയെ വായനയിലേക്കും സാംസ്കാരിക ചിന്തകളിലേക്കും നയിച്ച ഈ വായനശാലയുടെ പ്രവർത്തനം ഇന്ന് 50 ആണ്ട് പിന്നിട്ട് സുവർണ ജൂബിലിയുടെ നിറവിലാണ്. സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നുവരികയാണ്. സുവർണ ജൂബിലി ആഘോഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് വായനശാലയുടെ തുടക്കക്കാരെയും അഭ്യുദയകാംക്ഷികളെയും അവരുടെ വീട്ടുമുറ്റത്ത് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ആദരിക്കുന്ന അത്രമേൽ ഹൃദ്യം എന്ന പരിപാടി. വായനശാല സ്ഥാപിക്കുന്നതിന് തുടക്കത്തിൽ പ്രവർത്തിച്ചവരെ അവരുടെ വീട്ടുമുറ്റത്ത് ഇരുന്ന് ആദരിക്കുന്ന ആശയമാണ് വായനശാല ഇതിലൂടെ നടപ്പാക്കുന്നത്. സൗഹൃദ സന്ദർശനത്തിൽ വായനശാല കൂട്ടം അവരുടെ വീടുകളിൽ എത്തി ഇത്തിരി നേരം ഒരുമിച്ചിരുന്നും പരസ്പരം സംസാരിച്ചും വായനശാലയുടെ സ്നേഹമുദ്ര നൽകി ആദരിക്കും. വായനശാലയുടെ ആദ്യകാല പ്രവർത്തകനും സംഘാടകനുമായിരുന്ന KT മുഹമ്മദിൻ്റെ വായനശാലയ്ക്കടുത്തുള്ള വീട്ടുമുറ്റത്താണ് ആദ്യ പരിപാടി നടന്നത്.
മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം വേണു പാലൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KT മുഹമ്മദിനെ ഉപഹാരം നൽകി ആദരിച്ചു. എല്ലാവരും ഒന്നിച്ചിരിക്കാനുള്ള ഇടങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും അവരവരുടെ തുരുത്തിൽ, അവരവരുടെ സമുദായത്തിൽ, അവരവരുടെ മതത്തിൽ, അതിലപ്പുറത്തേക്ക് ഒരു പൊതുവായ വിഷയങ്ങൾ ഒന്നിക്കണം. ഒരു ആക്സിഡൻ്റൊക്കെ പറ്റി ഒന്നിച്ച് വരട്ടെ, ഒരാൾ തെങ്ങുമ്പോൾ വീണു, അല്ലെങ്കിൽ ക്യാൻസർ രോഗിയുണ്ട്, അപ്പോൾ ഒന്നിക്കും. അത് കഴിഞ്ഞാൽ ഒക്കെ കള്ളറകളിലായിട്ട് നിൽക്കുന്ന ഒരു സമൂഹമായി കേരളത്തിലെ സമൂഹം പിന്തിരിഞ്ഞ് നടക്കുകയാണ്. 1900കളുടെ ആദ്യം, 80കളുടെ അവസാനം, 1900കളുടെ ആദ്യമൊക്കെ കേരളത്തിലുണ്ടായിരുന്ന എന്താ, ഈ കള്ളറകൾ പൊട്ടിച്ച് എല്ലാവരും ഒന്നാണ് എന്ന് ഉദ്ഘോഷിക്കുകയും മനുഷ്യൻ്റെ ചോരയ്ക്ക് ഒരേ നിറം എന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്ത സാഹിത്യം, നാടകം ഒക്കെ ഉണ്ടായ ഒരു കാലഘട്ടത്തിലായിരുന്നു അന്ന് കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ ശില ഇട്ടത് ആ ഒരു കാലഘട്ടത്തിലാണ്. നാട്ടിലെ ആദ്യകാല സൗഹൃദങ്ങളും വിവിധ തലങ്ങളിൽപ്പെട്ടവരും ഓർമ്മകൾ ഓർത്തെടുത്തു സംസാരിച്ചു. വായനശാല സ്ഥാപിക്കുന്നതിന് തുടക്കത്തിൽ പ്രവർത്തിച്ചവരെ അവരുടെ വീട്ടുമുറ്റത്ത് ഇരുന്ന് ആദരിക്കുന്ന ആശയമാണ് വായനശാല ഇതിലൂടെ നടപ്പാക്കുന്നതെന്ന് വായനശാല കമ്മിറ്റി പ്രസിഡന്റ് VT അബ്ദുൽ ഹമീദ്, സെക്രട്ടറി അബ്ദുൽ ഗഫൂർ എന്നിവർ പറഞ്ഞു. വായനശാലയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് ഇന്ന് ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. അത്രമേൽ ഹൃദ്യം എന്ന പേരിൽ തുടങ്ങി വച്ചിട്ടുള്ള ഈ ആദരവ് ചടങ്ങ് വായനശാലയുടെ തുടക്കക്കാരെ അഭിനന്ദിക്കുക, അവരെ കണ്ട് ആദരിക്കുക, അവരുടെ വീടുകളിൽ ചെന്ന് അവരെ സന്ദർശിച്ച് അവരുടെ കൂടെ ഇരിക്കുക, കൂടെ സംസാരിക്കുക എന്നുള്ള ഒരു ചടങ്ങാണെന്ന് തുടങ്ങി വെച്ചത്. ഇതിൻ്റെ 1ാമത്തെ അധ്യായമാണ് ഇന്ന് ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇനിയും ഇതിൻ്റെ തുടർന്നുള്ള അധ്യായങ്ങൾ അടുത്ത ദിവസങ്ങളിലായി ഞങ്ങൾ നടത്തുന്നുണ്ട്. ഈ വായനശാലയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ ഡിസംബറിൽ ഒരു വലിയ വാർഷിക പരിപാടിയോടുകൂടി ഞങ്ങൾ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. VT ബഷീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. E രഘുമാസ്റ്റർ, പീതാംബരൻ ആനമങ്ങാട്, KT ഹുസൈൻ ഹാജി, KM ഉബൈദുള്ള, VM മുഹമ്മദ് മാസ്റ്റർ, E ബാബു, TP സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കഴിഞ്ഞ ജനുവരിയിൽ ആരംഭിച്ച എടത്തറ വായനശാലയുടെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ ഡിസംബറിൽ സമാപിക്കും. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ വഴിപ്പാറയിൽ E അഹമ്മദ് സാഹിബ് സ്മാരക മിനി സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തു. മഞ്ഞളാംകുഴി അലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. വഴിപ്പാറയിലെ 95 സെന്റ് സ്ഥലത്താണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് മിനി സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത്. മുൻ MP-യും കേന്ദ്രമന്ത്രിയുമായ E അഹമ്മദിന്റെ നാമധേയത്തിലാണ് മിനി സ്റ്റേഡിയം അറിയപ്പെടുക. മഞ്ഞളാംകുഴി അലി MLA മിനി സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തു. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ കളിസ്ഥലമില്ലാത്ത പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും മാതൃകാപരമായ പദ്ധതിയാണെന്നും മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. ഏകദേശം 1 കോടി ഉറുപ്പിയാണ് നമ്മൾ ഈ ഇതിനു വേണ്ടി എല്ലാം കൂടി ഒരു ബഡ്ജറ്റ് ചെയ്തില്ല. 80 ലക്ഷം സ്ഥലത്തിന്, 10 ലക്ഷം മറ്റേ റോഡിന്, പിന്നെ ഒരു 5 അതേമാതിരി മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വളരെ വലിയൊരു കാര്യമാണ് ഈ പ്രദേശത്ത് ചെയ്തത്. ഇത് നമ്മളുടെ ഈ വഴിപ്പാറക്കാരുടെ മാത്രം ഒരു സന്തോഷമുള്ള ഒരു കാര്യമല്ല. ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ട്, ഈ ഒരു സ്ഥലമായിട്ട് ഇത് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. കുട്ടികൾക്ക്, ഇപ്പൊ ചെറുപ്പക്കാരായ ആൾക്കാർക്ക് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ എവിടെയും കളിക്കാൻ ഒരു സ്ഥലം കിട്ടുന്നതിലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ഏത് പഞ്ചായത്തിൽ പോയാലും അവരതാണ് ആദ്യം പറയുക. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഇവിടെ നമ്മൾ ഗ്രൗണ്ടുകൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ മക്കരപ്പറമ്പ് പഞ്ചായത്തിലുണ്ട്, നമ്മൾ പുഴക്കാട്ടിലുണ്ട്, വാങ്ങലുണ്ട്, മങ്കടുണ്ട്, എല്ലാ സ്ഥലത്തും ഇതേ രീതിയിൽ. കാരണം ജനങ്ങളുടെ ആവശ്യം ഇന്ന് റോഡും വെള്ളവും തോടും എന്നല്ല. ഇപ്പൊ കുട്ടികൾ പറയുന്നത് എന്താ, ഞങ്ങൾക്ക് ഗ്രൗണ്ട് വേണം കളി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സഈദ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷബീർ കുറുമുക്കിൽ, ഫൗസിയ തവളങ്ങൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെഹർബാൻ, വാക്കോട്ടിൽ സുനിൽ ബാബു, സെലീന താണിയൻ, തവളങ്ങൽ ഉസ്മാൻ, ബഷീർ തൂമ്പലാക്കാടൻ, KT അൻവർ, ജസീന അങ്കക്കാടൻ, ഹാരിസ് കളത്തിൽ, VP സെയ്തലവി, സമദ് മാസ്റ്റർ, T ഫായിസ്, T ജാഫർ, അബു താഹിർ തങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജീവിതത്തിൽ ഇരുട്ടുമൂടിയപ്പോൾ വെളിച്ചം പകരാൻ സ്വയം മുന്നിട്ടിറങ്ങി ഒരു 8ാം ക്ലാസ്സുകാരൻ. ജന്മനാ ഓട്ടിസം ബാധിച്ച സഹോദരനും അസുഖബാധിതരായ മാതാപിതാക്കൾക്കുമൊപ്പം പ്രതിസന്ധികളോട് പൊരുതാൻ LED ബൾബുകൾ നിർമ്മിച്ച് വിൽപ്പന നടത്തിക്കിട്ടുന്ന ലാഭം കൊണ്ട് മുന്നോട്ടു പോവുകയാണ് വാണിയംകുളം കോതയൂർ സ്വദേശിയായ ചോലക്കൽ രഞ്ജിത്ത്. ഞങ്ങളുടെ ഒറ്റപ്പാലം ബ്യൂറോയുടെ ഒരു വാർത്ത കാണാം.
വാണിയംകുളം TRK ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഈ 13കാരനാണ് ഇന്ന് ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ. 17കാരനായ സഹോദരന്റെ ചികിത്സാ ചെലവുകളും കുടുംബത്തിന്റെ ദൈനംദിന ആവശ്യങ്ങളും നിറവേറ്റാനായി രഞ്ജിത്ത് കണ്ടെത്തിയ മാർഗമാണ് LED ബൾബ് നിർമ്മാണം. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ മണ്ഡലത്തിൽ നടപ്പാക്കിയ മാനത്തോളം എന്ന പദ്ധതിയാണ് രഞ്ജിത്തിന് തുണയായത്. ഈ പദ്ധതിയുടെ ഭാഗമായി രഞ്ജിത്ത് സൗജന്യമായി ബൾബ് നിർമ്മാണം പഠിച്ചെടുത്തു. പരിശീലനത്തിലെ മികവ് കണക്കിലെടുത്ത് ബൾബുകൾ നിർമ്മിക്കാനുള്ള യൂണിറ്റും പദ്ധതി മുഖേന അനുവദിച്ചു നൽകി. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ രഞ്ജിത്തുടൻ ബൾബ് നിർമ്മാണത്തിൽ മുഴുകും. അമ്മ രാജേശ്വരിയും സഹായത്തിനുണ്ടാകും. ഒഴിവുള്ള നേരത്ത് ഞാൻ ബൾബ് ഉണ്ടാക്കിയിട്ട് സ്വയം തൊഴിലായിട്ട് എൻ്റെ അമ്മേനെയും ഏട്ടനെയും അച്ഛനെയും ഞാൻ നോക്കണു. എൻ്റെ ഏട്ടന് വയ്യാത്തതാണ്, അച്ഛന് അമ്മയ്ക്ക് അച്ഛനും പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് പറ്റുന്നത് പോലെ എൻ്റെ കുടുംബത്തിനെ ഞാൻ നോക്കണു. ഞാൻ LED ബൾബ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ട്യൂബ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ബൾബ് ഉണ്ടാക്കിയിട്ട് ഞാൻ വാണിയംകുളം ടൗണിലോ അല്ലെങ്കിൽ സ്കൂളിലോ കൂട്ടുകാരോ ടീച്ചർമാരോ ഒക്കെ മേടിക്കാറുണ്ട്. പിന്നെ എൻ്റെ അമ്മ ചിലപ്പോൾ സഹായിക്കാറുമുണ്ട്. നിർമ്മിച്ച ബൾബുകൾ സൈക്കിളിൽ കൊണ്ടുപോയി വാണിയംകുളം ടൗണിലും അയൽ വീടുകളിലും സ്കൂളിലും വിൽപ്പന നടത്തിയാണ് രഞ്ജിത്ത് ജീവിതം മുന്നോട്ട് നീക്കുന്നത്. ഒരു ബൾബ് വിൽക്കുമ്പോൾ 30 രൂപ മുതൽ 50 രൂപ വരെ ലാഭം കിട്ടുമെന്ന് രഞ്ജിത്ത് പറയുന്നു. ലഭിക്കുന്ന ഓർഡറുകൾക്കനുസരിച്ച് കഠിന പ്രയത്നത്തിലൂടെ രഞ്ജിത്ത് ബൾബുകൾ നിർമ്മിക്കും. അവധി ദിവസങ്ങളിൽ പൂർണ്ണമായും വിൽപ്പനയ്ക്കായി മാറ്റിവെക്കും. ഇളയ മകനാണ് കുടുംബത്തെ നയിക്കുന്നതെന്ന് അഭിമാനത്തോടെ ഈ അമ്മയും പറയുന്നു. എൻ്റെ മൂത്ത മോൻ ഓട്ടിസത്തിന്റെ പ്രശ്നമുള്ള കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ ഒരു ഇതിൽ ഒറ്റപ്പാലം BRCയുടെ ചെയ്യുന്ന ഒരു പരിശീലനം കിട്ടിയതാണ്. അതെൻ്റെ ചെറിയ മോനാണ് അത് ചെയ്യുന്നത്. LED ബൾബ് ഉണ്ടാക്കുന്നുണ്ട്, ട്യൂബ് ലൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാനും അവനെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡിനും എനിക്കൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ബൾബിൻ്റെ കാര്യങ്ങളൊക്കെ അവനാണ് ചെയ്യുന്നത്. എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ അവനെ സഹായിക്കുന്നുണ്ട്. ജീവിതത്തോട് പൊരുതി മുന്നേറാൻ പ്രായം ഒരു നമ്പർ മാത്രമാണെന്ന് തന്റെ ജീവിത പ്രയാണം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ. ഒടമല ആര്യംപറമ്പിൽ പുതുതായി നിർമ്മിക്കുന്ന മദ്രസയുടെ നിർമ്മാണത്തിന് ആദ്യ സംഭാവന നൽകിയത് ഉണ്ണി എന്ന ഹൈന്ദവ സഹോദരൻ. ഒടമലയിലെ മുഴുവൻ നിവാസികൾക്കും ഉണ്ണി സ്നേഹം നിറഞ്ഞവനാണെന്നും ഒടമല മലപ്പുറം ജില്ലയിലാണെന്നും പ്രഭാഷകൻ അഹമ്മദ് കബീർ ബാഘവി കാഞ്ഞാർ വെള്ളാപ്പള്ളിയെ ഓർമ്മപ്പെടുത്തി. ഇങ്ങനെയാണ് മലയാള നാടെന്നും അഹമ്മദ് കബീർ ബാഘവി കാഞ്ഞാർ പറഞ്ഞു. ഈ മദ്രസയ്ക്ക് ആദ്യം പൈസ തരുന്നത് ഉണ്ണിയാണ്, 10,000 രൂപ. ഞാൻ പറഞ്ഞു, ഉണ്ണി പ്രസംഗം കഴിഞ്ഞ ഉടനെ എനിക്ക് കരിക്കും വെള്ളം തരണം. ഉണ്ണി എന്നോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് തരാം ഉസ്താദേ. ഇൻഷാ അല്ലാഹ് ഉസ്താദേ തരാം. ഉണ്ണി ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും പ്രിയപ്പെട്ടവനൻ, എല്ലാവരുടെ വീട്ടിലും കാര്യകർത്താവാണ്. അത്രമേൽ നല്ലവനായി എത്രയോ വർഷങ്ങളായി ഈ മുസ്ലിം വീടുകളിൽ ഉണ്ണിക്ക് സ്വതന്ത്രമായി പോകാം. എല്ലാവർക്കും ഉണ്ണിയോട് സ്നേഹമാണ്. അതാണ് ഈ ഒടമലയുടെ, ഈ മലയാള നാട്. ഈ ഒടമലയും മലപ്പുറം ജില്ലയാണ് എന്ന് വെള്ളാപ്പള്ളിയെയും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മദ്രസയ്ക്ക് 10,000 രൂപ തന്ന ഈ ഉണ്ണി ഉൾപ്പെടുന്ന ഒടമല മലപ്പുറം ജില്ലയിൽ തന്നെയാണെന്ന് വർഗീയതയുടെ വിഷം പേറുന്ന മറ്റൊരു കുജകുംഭ വിഭൂഷിതനോടുകൂടി പറഞ്ഞുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അവന്റെ പിതാവിനും അവന്റെ കുടുംബത്തിനും എല്ലാവിധ സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ, ആരോഗ്യം നൽകുമാറാകട്ടെ. മലപ്പുറത്തിനെതിരെ വർഗീയത പറഞ്ഞ് തള്ളുന്ന എല്ലാവർക്കുമെതിരെയായിരുന്നു അഹമ്മദ് കബീർ ബാഘവിയുടെ പ്രതികരണം. ഹിജാബ് വിഷയത്തിലും ബാഘവി പ്രതികരിച്ചു. താൻ പഠിച്ചത് കോൺവെന്റ് സ്കൂളിലാണ്. അവിടെയുണ്ടായിരുന്ന കന്യാസ്ത്രീകൾ കരുണയും സ്നേഹവും ദയയും ഉള്ളവരാണെന്നും അഹമ്മദ് കബീർ ബാഘവി കാഞ്ഞാർ പറഞ്ഞു. പള്ളുരുത്തി സ്കൂളിലെ തലയിൽ തട്ടമിട്ട് തന്റെ മുമ്പിലോട്ട് വരുന്ന വിദ്യാർത്ഥിയോട് ആ തലയിലെ തട്ടമൂരാൻ നിർബന്ധിച്ച് തന്റെ മുമ്പിൽ വന്ന ഒരു വിദ്യാർത്ഥിയെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതിന്റെ കാട്ടാള ചിരിയുമായി നിൽക്കുന്ന ചില ആളുകളുടെ ഇടയിൽ, ഞാനൊക്കെ ഒരു കോൺവെന്റ് സ്കൂളിൽ പഠിച്ചതാണ്. ഞാനവിടെ തലയിൽ ശിരോവസ്ത്രം ധരിച്ച കന്യാസ്ത്രീമാരെ കണ്ടിട്ടുണ്ട്. അവര് കരുണയും സ്നേഹവും ദയയുമുള്ള, നമ്മളെയൊക്കെ ചേർത്ത് പിടിച്ചവരാണ്. മുസ്ലിം വിദ്യാർത്ഥിയാണ് ഞാൻ പഠിച്ചത് ഇടുക്കി ജില്ലയിലെ ആറക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂളിലാണ്, സെന്റ് ജോസഫ് LP സ്കൂളിലാണ്, സെന്റ് തോമസ് UP സ്കൂളിലാണ്. എന്റെ സ്കൂൾ വിദ്യാഭ്യാസം മുഴുവനും കോൺവെന്റ് സ്കൂളിലാണ്. ഞാൻ ധാരാളം കന്യാസ്ത്രീകളെ കണ്ടു. സിസ്റ്റർ സിബിയെ, സിസ്റ്റർ ഏഞ്ചലിനെ, ഇങ്ങനെ
അങ്ങനെ ധാരാളം കന്യാസ്ത്രീകളെ അവരൊക്കെ ആ സ്കൂളിൽ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ മുസ്ലിം വിദ്യാർത്ഥികൾ നാമമാത്രമായ വിദ്യാർത്ഥികളാണ്. പക്ഷെ അവരുടെയൊക്കെ സ്നേഹം, അവരുടെ തലോടൽ, അവരുടെ കരുതൽ അതെല്ലാം അനുഭവിച്ചു വളർന്ന എനിക്കൊന്നും ഇവരുടെ പള്ളുരുത്തിയിലെ പ്രിൻസിപ്പളിന്റെ ആ അസുര ചിരിയെ ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. പട്ടാമ്പിയിൽ വിദ്യാർത്ഥികൾക്കായി നടത്തി വന്നിരുന്ന ഫ്രീ എൻട്രൻസ് സെറ്റ് ശ്രദ്ധ ക്ലാസുകൾ സമാപിച്ചു. പട്ടാമ്പി മണ്ഡലത്തിൽ MLA മുഹമ്മദ് മൂസിന്റെ നേതൃത്വത്തിൽ SSLC +1 +2 വിഭാഗം വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയായ ഫ്രീ എൻട്രൻസ് സെറ്റ് ശ്രദ്ധയുടെ ക്ലാസുകൾക്കാണ് സമാപനമായത്. കഴിഞ്ഞ 2.5 മാസക്കാലമായി എല്ലാ ഞായറാഴ്ചകളിലും പട്ടാമ്പി കോളേജിൽ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ എൻട്രൻസ് ക്ലാസുകളിൽ ഏകദേശം 200ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സമാപനത്തിന്റെ ഭാഗമായി മോഡൽ പരീക്ഷയും നടത്തി. പരീക്ഷയ്ക്ക് ശേഷം MLA മുഹമ്മദ് മൂസിൻ നേരിട്ട് വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ക്ലാസുകളുടെ പുരോഗതി വിലയിരുത്തുകയും ചെയ്തു. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നോക്കുന്ന രീതിയിൽ ഒരു മോക്ക് ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അല്ലേ? അതായിരിക്കില്ലേ കുറച്ചും കൂടെ നന്നാവുക. ഒപ്പം തന്നെ ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിലോ ബാക്കി ക്ലാസ്സുകൾ, അത്യാവശ്യം വേണ്ട ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് കൂടി ചെയ്യുകയാണെങ്കിൽ ബില്ലിംഗ് ആവും. നിങ്ങൾ റെഡിയാണോ? സാറ്റർഡേ സൺഡേസിൽ വേണമെങ്കിൽ കുറച്ച് സമയം നമുക്ക്, സാറ്റർഡേ അല്ല സൺഡേസിൽ അല്ലേ, ഓൺലൈനായിട്ട് കൂടി നമുക്കൊരു ഇത് നോക്കാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റിവൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ കഴിയും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു എക്സാം അടുപ്പിച്ച് വേണമെങ്കിൽ കുറച്ച് ദിവസം വേണമെങ്കിൽ അല്ലാത്ത ലൈവ് ക്ലാസ്സുകൾ വേണമെങ്കിൽ അതും നമുക്ക് ചെയ്യാം. ഒപ്പം തന്നെ ഇപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അത് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ എക്സാമിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളുകളെ മെസോൺ തന്നെ ഏറ്റെടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് റിസൾട്ട് വന്നാൽ അതിന്റെ അനുസരിച്ച് ചെയ്യും. പക്ഷെ മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ മാർക്ക് കൂടണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളൊന്നും നേരത്തെ എൻട്രൻസ് എഴുതി നോക്കിയവരല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനും. പക്ഷെ എനിക്ക് തോന്നുന്നു മാർക്കുകൾ അതാത് കുട്ടികൾക്ക് കിട്ടുകയാണെങ്കിലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മളെ ലെവൽ എവിടെയാണ്, എവിടെ നിന്നാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അത് പോസിറ്റീവായിട്ട് എടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലാസുകൾ പഠനത്തിന് ഏറെ പ്രയോജനകരമായ അനുഭവമായിരുന്നു എന്ന് വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു. ശ്രദ്ധ കൺവീനർ ആഷിഫ്, ഗിരീഷ്, മുഹമ്മദ് റഫീഖ് M, ഹാഷിം P തുടങ്ങിയവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ ഉടമല ആര്യംപറമ്പിൽ പുതുതായി നിർമ്മിച്ച മസ്ജിദ് കോഴിക്കോട് വലിയ ഖാസി പാണക്കാട് സയ്യിദ് അബ്ദുൽ നാസർ ഹൈ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയാണ് ഉടമല ആര്യംപറമ്പിലെ പുതിയ ജുമാ മസ്ജിദ് കോഴിക്കോട് വലിയ ഖാസി പാണക്കാട് സയ്യിദ് അബ്ദുൽ നാസർ ഹൈ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. മഹൽ മുദരിസ് ഷെരീഫ് ഫൈസി കാരക്കാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അൽ ഹാഫിൽ അഹമ്മദ് കബീർ ബാഗവി കാഞ്ഞാർ മുഖ്യപ്രഭാഷണം നടത്തി. മദ്രസ നിർമ്മാണത്തിന് ആദ്യ സംഭാവന നൽകിയ ഉണ്ണിയെ ചടങ്ങിൽ അഭിനന്ദിച്ചു. സയ്യിദ് കോയ തങ്ങൾ, മഹല്ല് പ്രസിഡന്റ് CK മുഹമ്മദ് ഹാജി, റസാഖ് ഫൈസി, ഷമീർ ഫൈസി ഉടമല, CP അഷ്റഫ് മൗലവി, ഷറഫുദ്ദീൻ ഫൈസി, CP ഹംസ ഫൈസി, അബ്ബാസ് അൻവരി, ഫവാസ് ഹുദവി തുടങ്ങിയവർ സംസാരിച്ചു. കക്കാട്ടിൽ ഉമർ ഹാജി, CP മുഹിനുദ്ദീൻ ഫൈസി, KP സൈനുദ്ദീൻ ഫൈസി, ഹൈദർ അലി ഹുദവി, അബ്ദുൽ സലാം ഫൈസി, മുസ്തഫ ഫൈസി, CT ബഷീർ, K മയമാലി ഹാജി, CH ഹനീഫ, K അച്ചിപ്പ തുടങ്ങിയവരും പങ്കെടുത്തു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡ് ചള്ളപ്പുറം അങ്കണവാടി കെട്ടിട നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പടുവിൽ കുഞ്ഞിമുഹമ്മദ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ റഫീന മുത്തനിൽ, TS സിദ്ദീഖ്, A അസൈനാർ, പാറശ്ശേരി ഹസൻ തുടങ്ങിയവർ പങ്കെടുത്തു. 18 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പെരിന്തൽമണ്ണ തേക്കിൻകോട് വീട്ടുപറമ്പിലെ ഉപയോഗശൂന്യമായ ആഴമേറിയ കുളത്തിൽ അകപ്പെട്ട 5 പന്നിക്കുഞ്ഞുങ്ങളെ മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ പുറത്തെടുത്തു. യൂണിറ്റ് ലീഡർ ജബ്ബാർ ജൂബിലിയുടെ നേതൃത്വത്തിൽ സുമേഷ് പലമ്പൂർ, ഫാറൂഖ് പൂപ്പലം,
ജിൻഷാദ് പൂപ്പലം എന്നിവർ അടങ്ങുന്ന സംഘം മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അപകടാവസ്ഥയിലുള്ള ഈ കുളത്തിൽ നിന്ന് പന്നിക്കുഞ്ഞുങ്ങളെ പുറത്തെത്തിച്ചത്. പുതിയാനൊടി സൂരജ് എന്നയാളുടെ പറമ്പിലെ ഉപയോഗശൂന്യമായ കുളത്തിലാണ് പന്നികൾ അകപ്പെട്ടത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ മാതൃകയായി മലപ്പുറം. രാജ്യത്താദ്യമായി പൂർണ്ണമായും ശീതീകരിച്ച LP സ്കൂൾ കെട്ടിടം മലപ്പുറം മേൽമുറിയിൽ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണപ്പടി മോളൂർ കൈല്യാട് റോഡ് തകർച്ചയിൽ മുസ്ലിം ലീഗ് പ്രക്ഷോഭം. റോഡിലെ കുഴിയിൽ വാഴ നട്ടും ചൂണ്ടയിട്ടും പ്രതിഷേധം. വാണിയംകുളം മാന്നന്നൂരിൽ വയോധികൻ വീടിനുള്ളിൽ മരിച്ച നിലയിൽ. കണ്ടെത്തിയത് തനിച്ച് താമസിക്കുന്ന വയോധികന്റെ മൃതദേഹം. മലയോര ഹൈവേ നിർമ്മാണത്തിന് പാതയോരത്തെ മരങ്ങൾ മുറിച്ചു നീക്കുന്ന പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക്. മുറിച്ചു നീക്കുന്നത് 999 മരങ്ങൾ. പാലക്കാട് ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പട്ടാമ്പി ഒരുങ്ങുന്നു. മേള ഒക്ടോബർ 22 മുതൽ 24 വരെ. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.